ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പലതരത്തിലുള്ള അഡിക്ഷൻസ് മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ സിഗരറ്റ് വലിക്കുന്നതോ കള്ള് കുടിക്കുന്നതോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗാംബ്ലിങ്ങോ എന്തോ ആവാം. ഒരാളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡിക്ഷൻ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിലൊരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും അഡിക്ഷൻസ് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ഉറപ്പ് തരാണ്, ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് എന്തായാലും കിട്ടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള അഡിക്ഷനിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങളും ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരാളുടെ അഡിക്ഷൻ മറ്റൊരാൾക്ക് സ്വിച്ചിടുന്ന വേഗത്തിലൊന്നും തന്നെ മാറ്റിയെടുക്കാനാവില്ല. അപ്പോൾ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ സമയവും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ടിപ്സിലേക്ക് കടക്കാം. 1. തുറന്ന് സംസാരിക്കുക. അതായത് അവർക്ക് ഈ അഡിക്ഷനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ തുറന്ന് സംസാരിക്കുക. ചിലർക്കിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പോലും അതൊരു അഡിക്ഷനായിട്ട് അവർക്ക് തോന്നില്ല. നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നും. എക്സാമ്പിൾ, സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അതൊരു അഡിക്ഷനാണെന്നൊന്നും തോന്നില്ല. അവർക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സന്തോഷത്തിലാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യുന്നത് സിഗരറ്റിനായിരിക്കും. അവർക്ക് എപ്പോഴും സിഗരറ്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പറയുമ്പോഴായിരിക്കാം അവരിങ്ങനൊരു അഡിക്ഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. ശേഷം ഈ ഒരു കാര്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് പറയുന്നതെന്നുള്ളതിൻ്റെ കാരണം കൂടി ഒന്ന് വ്യക്തമായി കൊടുക്കുക. ശരിക്കും നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു റിലേഷനാണെങ്കിൽ, നിങ്ങൾ എനിക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് തുറന്ന് പറയാം. 2. ഇങ്ങനെ ഒരു അഡിക്ഷൻ വരാനുണ്ടായ റീസൺ മനസ്സിലാക്കിയെടുക്കുക. അത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചാലും മതി. ചിലർ വെറുതെ നേരം പോക്കിനാണ് ഇങ്ങനെ കുടിക്കുന്നതും വലിക്കുന്നതും അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പോയിട്ട് പെട്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മറ്റു ചിലർ വിഷമങ്ങൾ മറക്കാനും ഡിപ്രഷൻ പോലുള്ള കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ലോകവുമായിട്ട് എല്ലാ കണക്ഷനും വിട്ട് മറ്റൊരു ലോകത്ത് ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റീസൺ മനസ്സിലാക്കുക. അപ്പോൾ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ പറയുമ്പോഴായിരിക്കും അവർ ഈ ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡ്രഗ്സും അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരോട് ആ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക. 3. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നല്ല പോയിൻറ്റ്സൊക്കെ മനസ്സിൽ കരുതി വെക്കുക. അഡിക്ഷനുള്ള ആൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ പ്രിപ്പയർ ആയിട്ട് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് അനാവശ്യമായിട്ടുള്ള സംസാരത്തിലേക്ക് എത്തിക്കാതിരിക്കുകയും കാര്യങ്ങൾ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന പോയിൻറ്റ്സ് പറയണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ സ്വഭാവത്തിനും അവരുടെ പെരുമാറ്റത്തിനും അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക. 4. ഒരിക്കലും ഭീഷണികൾ മുഴക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു വരുന്നതിനിടയിൽ അവരിതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയാൽ പോലും നമ്മൾ അങ്ങോട്ടേക്ക് ഭീഷണികൾ മുഴക്കാതിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നതിന് പകരം അവരോട് സ്നേഹത്തിൽ മാത്രം കൂളായിട്ട് മാത്രം പെരുമാറുക. 5. വിലയിരുത്തലും കളിയാക്കലും നിർത്തുക. പകരം അഡിക്ഷൻ ഒരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുക. നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾക്കൊരു അസുഖം ബാധിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുക? വേഗം തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അഡിക്ഷനും. അപ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അവസാനത്തെ ടിപ്പിലേക്ക് കടക്കാം. എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കുക. ആ ഒരു സപ്പോർട്ട് എന്നും നിലനിർത്തുക. ജീവിതമാകുമ്പോൾ തീർച്ചയായും അതിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്ന ആളെ ഒറ്റയ്ക്ക് നേരിടാൻ അനുവദിക്കാതെ അവരുടെ കൂടെ എപ്പോഴും തണലായി നിൽക്കുക. അതുപോലെ തന്നെ ഇങ്ങനൊരു അഡിക്ഷനിൽ നിന്ന് കരകയറിയ ആളെ പിന്നീട് ഇത്തരം പ്രവർത്തികൾ കൂടുതലായി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് അയക്കാതിരിക്കുക. ഒരിക്കലും ഉപേക്ഷിച്ച് ആ ഒരു കാര്യത്തിലേക്ക് അവർ വീണ്ടും എത്തുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അവരെ കരകയറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവത്തിനനുസരിച്ചും താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറ്റിമറിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ.